സ്കിൻ കെയറിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറേ പ്രൊഡക്ട്സ് കാണും. നിയാസിനമൈഡ്, വൈറ്റമിൻ സി, റെറ്റിനോൾ, ഇങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ പേരുകൾ കാണാം. ഇതൊക്കെ ആർക്കൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കാം. ദാറ്റ്സ് ഇറ്റ്. സ്കിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫോട്ടോ ഏജിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന് നമ്മളെക്കാളും കൂടുതൽ പ്രായം തോന്നിക്കുക. ഇത് കൂടുതലും നമ്മൾ ലൈറ്റ് അടിച്ചിട്ട്, ലൈറ്റ് എന്ന് പറയുമ്പോൾ UV റേഡിയേഷൻ അടിച്ച് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചുകളാണ്. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിൽ കൂടെയാണ് നമുക്ക് ഈ ഫോട്ടോ ഏജിങ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ സ്കിന്നിന് ലൈറ്റ് അടിച്ച് നമ്മളെക്കാളും കൂടുതൽ പ്രായം തോന്നി. അപ്പോൾ ഈ ആസ്പെക്റ്റിനെയാണ് നമ്മൾ കൂടുതലും എപ്പോഴും കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പല ഡാമേജസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നതും ഈ ഒരു ഫോട്ടോ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ റെറ്റിനോൾ, വൈറ്റമിൻ സി, നിയാസിനമൈഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൽ റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെറ്റിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് ആസ്പെക്റ്റിൽ നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകളുടെ ടേൺ ഓവർ കൂട്ടാനും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂഷ്വലി റെറ്റിനോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, സ്കിന്നിന് കുറച്ചൊരു ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ യൂഷ്വലി ഇത് രാത്രികളിലാണ്, നൈറ്റിൽ മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക. പല സ്ട്രെങ്ത്തിൽ റെറ്റിനോൾ അവൈലബിൾ ആണ്. ആ പല സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ വീക്ക്ലി വൺസോ ട്വൈസോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഇത് യൂസ് ചെയ്യുക. വൈറ്റമിൻ സി ബേസിക്കലി ഒരു ഏറ്റവും പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ ഫോട്ടോ ഏജിങ്, ഫോട്ടോ ഡാമേജിന് ഏറ്റവും കൂടുതൽ റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മളിപ്പോൾ ലൈറ്റ് അടിച്ചിട്ടുണ്ടാവുന്ന ഡാമേജസിനെയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഈ കൊളാജൻ സ്റ്റിമുലേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് യൂഷ്വലി വൈറ്റമിൻ സി യൂസ് ചെയ്യാം. വൈറ്റമിൻ സി നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സിനെക്കാളും കൂടുതൽ ദോഷങ്ങളാണ് ചെയ്യുക. പിന്നെ ഉള്ളത് നിയാസിനമൈഡ്. നിയാസിനമൈഡ് ബേസിക്കലി കുറച്ചുകൂടി മൈൽഡർ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഫംഗ്ഷൻ, അതായത് സ്കിന്നിൻ്റെ ആ ഒരു ക്വാളിറ്റി, സ്കിന്നിൻ്റെ ആ ടോണും കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആക്കാനും ഒക്കെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. പോർ സൈസൊക്കെ കുറയ്ക്കാനും അതേപോലെ ആക്നെ, ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാനും ഒക്കെ, ആ ഒരു രീതിയിൽ പിമ്പിൾസിൻ്റെ സ്പോട്ട്സൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ബാരിയർ ഫംഗ്ഷനൊക്കെ ബെറ്റർ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിയാസിനമൈഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നിയാസിനമൈഡ് നമുക്ക് രാവിലെ ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾക്ക് ഇന്നത് ഉപയോഗിക്കാമെന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗുണം കിട്ടുക. അതല്ലാതെ നമ്മളെല്ലാം നമുക്ക് ഇത്ര വയസ്സിൽ ഇന്നത് ഉപയോഗിക്കുക, ഇത്ര വയസ്സിൽ ഇന്നത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊരു എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ സ്കിന്നിനുള്ള കൺസേൺസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആക്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു റുട്ടീനാണ് തരാൻ പറ്റുള്ളൂ. സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റുട്ടീൻ തരാൻ പറ്റില്ല. പല ആസ്പെക്ട്സും ഇതിനകത്തുണ്ട്. നമ്മുടെ ഏജും നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പും നമ്മുടെ സ്കിന്നിനുള്ള അസുഖങ്ങളും ഇതൊക്കെ ഇതിൽ ഫാക്ടേഴ്സാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു റുട്ടീൻ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുക.